നമസ്കാരം, എല്ലാവർക്കും ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ പഠിച്ചു നിർത്തിയത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു 70-75% കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിനെല്ലാം ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. ആ ടോപ്പിക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി സമ്മറൈസ് ചെയ്താൽ, ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു AC വോൾട്ടേജ് ഒരു റെസിസ്റ്ററിന് അക്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു. വോൾട്ടേജ് ഒരു സൈൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കറണ്ടും ഒരു സൈൻ ഫംഗ്ഷൻ ആയിരിക്കും. അത് രണ്ടും ഇൻ ഫേസ് ആയിരിക്കും. വോൾട്ടേജ് VM sin ഒമേഗ ടി, കറണ്ട് ആണെങ്കിൽ I = IM sin ഒമേഗ ടി. രണ്ടും ഒരു സൈൻ ഫംഗ്ഷൻ ആണ് കിട്ടിയത്. അതായത് രണ്ടും ഒരുപോലെയാണ് അതിന് വേരിയേഷൻ വരുന്നത്. അവർ തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് φ = 0 എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി ഒരു റെസിസ്റ്റർ ഒരു AC വോൾട്ടേജിന് അക്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പവർ ഔട്ട്പുട്ട് കിട്ടുമായിരുന്നു. Im²R/2 എന്നൊരു പവർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമായിരുന്നു. ഒരു ഓവർ എ സൈക്കിൾ എടുത്താൽ നമുക്ക് ഒരു ആവറേജ് പവർ കിട്ടുമായിരുന്നു. അതിന്റെ ഒരു ഫിസിക്കൽ മീനിങ്, നമ്മളൊരു റെസിസ്റ്റൻസ് ആണ് ഒരു AC വോൾട്ടേജിന് അക്രോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്നും പവർ ഔട്ട്പുട്ട് എടുക്കാം. അതായത് നമുക്കൊരു എക്യുപ്മെന്റ് ഒക്കെ പ്രവർത്തിക്കാൻ ഈ റെസിസ്റ്റൻസ് കൊണ്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ എക്യുപ്മെന്റുകൾ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹൗസ് ഹോൾഡ് അപ്ലയൻസസുകളെ എല്ലാം ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പം അതാണ് ഒരു ലോഡ് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ക്വാണ്ടിറ്റി. അതാണ്, അതായത് നമുക്കൊരു പവർ കൺസപ്ഷൻ അതുകൊണ്ട് പറ്റും. ഇതാണ് AC വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് എ റെസിസ്റ്റർ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് AC വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ആൻ ഇൻഡക്ടർ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചത് കറണ്ടും വോൾട്ടേജും തമ്മിൽ ഒരുപോലെ അല്ല വേരിയേഷൻ വരുന്നത്. വോൾട്ടേജിനേക്കാളും കറണ്ട് ഒരു 90 ഡിഗ്രി പുറകിലായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞു ബാക്ക് EMF ആണ് അതിന് കാരണം. നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴേ വോൾട്ടേജിനോട് ഒരുപോലെ തന്നെ അതിനോട് ഒന്നിച്ച് തന്നെ കറണ്ട് വേരിയേഷൻ വരുന്നില്ല. കറണ്ടിന് ബാക്ക് EMF ഉള്ളതുകൊണ്ട് എപ്പോഴും കറണ്ട് ഒരു സം എമൗണ്ട് ബാക്കിലായിരിക്കും വരുന്നത്. അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് φ = π/2 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇൻഡക്ടറിന്റെ അക്രോസ് ഉള്ള പവർ ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് 0 ആണെന്നും നമുക്ക് കിട്ടി. മൂന്നാമതായിട്ട് നമ്മൾ ഒരു കപ്പാസിറ്റർ ആണ് AC വോൾട്ടേജിന് അക്രോസ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് മുൻപിലായിരിക്കും, π/2 ഡിഗ്രി മുൻപിലായിരിക്കും. അത് നമ്മൾ പറഞ്ഞു. നമ്മൾ AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോഴേയാണ് ചാർജ് ഫ്ലോയുടെ റേറ്റ് കൂടുതൽ. ചാർജ് ഫ്ലോയുടെ റേറ്റിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് കറണ്ട് വോൾട്ടേജിനേക്കാൾ π/2 ഡിഗ്രി മുൻപിലായിരിക്കും എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഇവർ 3 പേരും കൂടെ ചേർന്ന് LCR സർക്യൂട്ട് നമ്മൾ ഡിസൈൻ ചെയ്തപ്പോൾ അവിടെ നമ്മൾ φ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. അവിടെ നമ്മൾ ഇംപിഡൻസ് ഡയഗ്രം ഒക്കെ കാണിച്ചായിരുന്നു. അവിടെ φ ആണ് കറസ്പോണ്ടിങ് ടു വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് എന്നുള്ളത് പറയുന്നു. കറണ്ട് വോൾട്ടേജ് നമ്മൾ എന്തുമാത്രം വ്യത്യാസമുണ്ടെന്നുള്ളത് പറയുന്നത് φ ആണ്. അത് ആ ഇംപിഡൻസ് ട്രയാങ്കിളിനകത്തുനിന്ന് വളരെ ക്ലിയർ ആണ്. ഇനി നമ്മൾ എടുക്കുന്ന LCR സർക്യൂട്ടിലെ സിയുടെ വാല്യൂ ആണ് കൂടുതലെങ്കിൽ അതൊരു കപ്പാസിറ്റീവ് ഡോമിനന്റ് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇൻഡക്ടറിന്റെ വാല്യൂ ആണ്, എല്ലിന്റെ വാല്യൂ ആണ് കൂടുതലെങ്കിൽ അതൊരു ഇൻഡക്റ്റീവ് ഡോമിനന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ പറഞ്ഞായിരുന്നു. അതായത് എല്ലിന്റെ വാല്യൂം സിന്റെ വാല്യൂ, അതായത് എല്ലിന്റെ നമ്മൾ റിയാക്ടൻസ് പറയുന്ന XCയുടെ വാല്യൂം XLന്റെ വാല്യൂം സെയിം ആണെങ്കിൽ നമ്മുടെ ഇക്വേഷനകത്ത് അവർ തമ്മിൽ ക്യാൻസൽ ആയി പോകും. പിന്നീട് അവർ രണ്ടുപേരും ഉള്ള ഒരു എഫക്ട് കിട്ടത്തില്ല. കാരണം കപ്പാസിറ്ററിന്റെ എഫക്ട് ഇൻഡക്ടറിന്റെ എഫക്ട് വന്നപ്പോൾ രണ്ടുപേരും തമ്മിൽ ക്യാൻസൽ ആയിപ്പോയി. പിന്നെ മിച്ചമുള്ളത് ആരാണ്? ഒരു റെസിസ്റ്റർ മാത്രമാണ്. അപ്പം പ്യൂർലി അതൊരു റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. അങ്ങനെ XCയും XLയും ഈക്വൽ ആകുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ റെസൊണൻസ് കണ്ടീഷൻ എന്ന് വിളിച്ചത്. അപ്പൊ ആ റെസൊണൻസ് എന്നുള്ള ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളോട് LCR സർക്യൂട്ടും റെസൊണൻസും കണക്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതിനുള്ള ചാൻസ് ആ ഒരു ടോപ്പിക്കിലാണ് നമുക്കുള്ളതെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനി പവറിന്റെ ഇക്വേഷൻ ഞാൻ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്ത് പോയിരുന്നു. നമ്മൾ എപ്പോഴും പവറിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു പോയിരുന്നു. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നടത്തി. ഒരു AC വോൾട്ടേജിന്റെ കേസിൽ AC വോൾട്ടേജ് നമ്മളൊരു LCR സർക്യൂട്ടിന് അക്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പവറിന് ഒരു കോമൺ ഇക്വേഷൻ ഉണ്ട്. അതുകൂടി നിങ്ങളുടെ മനസ്സിലിരിക്കണം. നമ്മൾ സാധാരണ പഠിക്കുന്ന പവറിന്റെ ഇക്വേഷനുകൾ പവർ P = I²R, അല്ലെങ്കിൽ V²/R, അല്ലെങ്കിൽ I×V, പവർ P = I×V. നമ്മൾ പലപ്പോഴും എടുത്ത ഇക്വേഷൻ അതായിരുന്നു. ഇങ്ങനെ 3 ഇക്വേഷൻസ് ആണുള്ളത്. ഒരേ ഇക്വേഷൻ തന്നെയാണ്, അതിന്റെ ഓൾട്ടർനേറ്റ് ഫോംസ് ആണ്. അങ്ങനെ 3 ഇക്വേഷൻസ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ AC വോൾട്ടേജ് ഇത്തരത്തിലുള്ള LCR സർക്യൂട്ടിന് അക്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ അതൊരു മോഡിഫിക്കേഷൻ വരും. മുമ്പ് ഞാൻ DCയുടെ പവർ ആണ് പറഞ്ഞെങ്കിൽ AC വരുമ്പോൾ അതിനകത്തൊരു മോഡിഫിക്കേഷൻ വരും. ആ മോഡിഫിക്കേഷൻ ഇങ്ങനെയാണ്: പവർ P = I²R cos φ എന്നൊരു ടേം കൂടി അതിന്റെ കൂടെ ആഡ് ചെയ്യണം. ഒരിക്കൽ കൂടി മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുക. പവർ P = I²R, അത് നമ്മുടെ സാധാരണ പവറിന്റെ ഇക്വേഷൻ ആണ്, ഇൻടു cos φ എന്നൊരു ടേം കൂടെ പറയണം. ആ cos φ ആണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഇനി നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഒരു റെസിസ്റ്ററിന്റെ കേസിലാണെങ്കിൽ ഫൈയുടെ വാല്യൂ എത്രയാണ്? റെസിസ്റ്ററിന്റെ കേസിൽ ഫൈയുടെ വാല്യൂ നമുക്കറിയാം
കറണ്ടും വോൾട്ടേജും ഇൻ ഫേസിലായതുകൊണ്ട് ഫൈയുടെ വാല്യൂ 0 ആണ്. സോ കോസ് 0, അപ്പൊ നമ്മുടെ പവറിന്റെ ഇക്വേഷൻ പവർ P is equal to I square R cos phi. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അവിടെ നമുക്ക് കിട്ടുന്ന I square R എന്ന് തന്നെ, അതായത് മാക്സിമം പവർ നമുക്ക് അവിടെ കിട്ടും. ക്ലിയർ ആണല്ലോ? അവിടെ ഐ ഞാൻ പറയുന്ന RMS വാല്യൂ ഓഫ് കറണ്ട് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുമ്പ് പറഞ്ഞ പവറിന്റെ ഇക്വേഷനകത്ത് I square R/2 എന്നുള്ള ആ ഒരു ക്വാണ്ടിറ്റി അവിടെ വരുന്നുണ്ട്. ഐ എന്ന് പറയുന്ന RMS വാല്യൂ ആണ്. RMS വാല്യൂ എന്ന് പറഞ്ഞാൽ IM ഡിവൈഡഡ് ബൈ √2 ആണ്. അപ്പൊ I square R എന്ന് പറയുമ്പോൾ IM സ്ക്വയർ ഡിവൈഡഡ് ബൈ √2ന്റെ സ്ക്വയർ ഇൻറ്റു R, അതായത് I square R/2 എന്ന് വരും. ഓക്കെ, ഞാൻ പറഞ്ഞത് RMS വാല്യൂ ഓഫ് കറണ്ട് ആണ് എന്ന കാര്യം മനസ്സിൽ ഓർക്കുക. അപ്പൊ നമുക്ക് പവറിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ പവർ P is equal to IRMS സ്ക്വയർ ഇൻറ്റു R, കൂടെ എന്തുകൂടെ വരണം? കോസ് ഫൈ കൂടെ വരണം. റെസിസ്റ്ററിന്റെ കേസിലാണെങ്കിൽ കോസ് ഫൈയുടെ വാല്യൂ 0 ആണ്. ദെൻ കോസ് 0 is equal to 1. നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഇനി ഇൻഡക്ടറിന്റെ കേസിലോ കപ്പാസിറ്ററിന്റെ കേസിലോ ആണെങ്കിൽ നമുക്കറിയാം ഫൈ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഇൻഡക്ടറിന്റെ കേസിലാണെങ്കിൽ കറണ്ട് 90 ഡിഗ്രി പിറകിലായിരിക്കും. കപ്പാസിറ്ററിന്റെ കേസിലാണെങ്കിൽ കറണ്ട് 90 ഡിഗ്രി മുൻപിലായിരിക്കും. ഏതായാലും ഇൻഡക്ടറിന്റെ കേസിലാണെങ്കിലും കപ്പാസിറ്ററിന്റെ കേസിലാണെങ്കിലും കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള ഫേസിന്റെ വ്യത്യാസം π/2 ആണ്. അതുകൊണ്ട് ഇക്വേഷനകത്ത് വരുമ്പം പവർ P is equal to IRMS സ്ക്വയർ R I square R cos phi, cos 90 എന്ന് വരും. cos 90യുടെ വാല്യൂ നമുക്കറിയാം 0 ആണ്. പവർ വിൽ ബി 0. അതാണ് നമുക്ക് മറ്റ് രണ്ട് കേസിലും പവർ 0 കിട്ടിയത്. ഇനി ഒരു LCR സർക്യൂട്ടിന്റെ കേസിൽ വരുമ്പം അത് ഫൈ എത്രയുണ്ടെന്ന്, എപ്പോഴും 90 ആയിരിക്കണം അല്ലെ എപ്പോഴും 0 ആയിരിക്കണം എന്നൊന്നുമില്ല. എത്രയെങ്കിലും ഒരു ഫൈ ആംഗിൾ ഉണ്ടായിരിക്കും. അപ്പൊ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് അതിനെ കോസ് ഫൈ ചെയ്യുക, എന്നിട്ട് അതിന്റെ കൂടെ I square R ചെയ്യുക. അതായത് IRMS സ്ക്വയർ ഇൻറ്റു R, I square R നമ്മൾ അതിന്റെ കൂടെ ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു LCR സർക്യൂട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പവർ നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഓർക്കുക. ഇനി റെസൊണൻസ് കണ്ടീഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്കറിയാം, റെസൊണൻസ് കണ്ടീഷൻ വരുവാണെങ്കിൽ ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും ഉണ്ട് LCR സർക്യൂട്ടിൽ. പക്ഷേ ഇൻഡക്ടറിന്റെ എഫക്റ്റും കപ്പാസിറ്ററിന്റെ എഫക്റ്റും തമ്മിൽ ക്യാൻസൽ ആയി പോകും. പിന്നെ ആര് മാത്രം ഉള്ളതാണ്? ഒരു റെസിസ്റ്റർ മാത്രം ഉള്ളൂ എന്നുള്ള അവസ്ഥ മാത്രമേ ഉള്ളൂ. സോ അതൊരു പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. വീണ്ടും നിങ്ങൾക്ക് പണ്ട് റെസിസ്റ്ററിന് കിട്ടിയതുപോലെ തന്നെ I square R എന്നുള്ള പവറിന്റെ ഇക്വേഷൻ IRMS സ്ക്വയർ R, ആ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് കിട്ടും. മാക്സിമം പവർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് പവറിന്റെ ഇക്വേഷൻ ഒരിക്കൽ കൂടി മനസ്സിൽ ഓർക്കുക. പവർ P is equal to IRMS സ്ക്വയർ ഇൻറ്റു R I square R ഇൻറ്റു കോസ് ഫൈ എന്നൊരു ടേം കൂടി ഉണ്ട്. ആ കോസ് ഫൈ ആണ് നമ്മൾ പവർ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. അതിന്റെ പേര് ഓർത്തിരുന്നോണം. ചിലപ്പോൾ പവർ ഫാക്ടർ എന്ന പേരിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഓർക്കുക, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോസ് ഫൈ ആണ് നമ്മൾ മീൻ ചെയ്യുന്നത്, നമ്മൾ അതിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പം ഇതുവരെ നമ്മൾ റെസിസ്റ്ററിനെ ക്രോസും ഇൻഡക്ടറിനെ ക്രോസും കപ്പാസിറ്ററിനെ ക്രോസും അവസാനമായി LCR സർക്യൂട്ടിനെ ക്രോസും AC വോൾട്ടേജ് അപ്ലൈ ചെയ്താലുള്ള കാര്യങ്ങളും അതിന്റെ പവറിന്റെ ഇക്വേഷനും പവർ ഫാക്ടറും ഒക്കെ പറഞ്ഞ് നമ്മൾ ആ ചാപ്റ്ററിന്റെ ഒരു 75-80% ഓഫ് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷനിൽ അവസാനത്തെ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LC ഓസിലേറ്ററും അതുപോലെ തന്നെ ട്രാൻസ്ഫോമറുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അവസാനത്തെ ടോപ്പിക്കിലേക്ക് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക്കിൽ ആദ്യത്തെ ടോപ്പിക്ക് LC ഓസിലേഷൻസ് എന്നുള്ള ടോപ്പിക് ആയിരിക്കും. LC ഓസിലേഷൻസ്. LC ഓസിലേഷൻസിൽ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഇവിടെ ഒരു L ഉണ്ട്, ഒരു C ഉണ്ട്. L എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ ആണ്, C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ ആണ്. സോ ഒരു കപ്പാസിറ്റർ ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. ആ കപ്പാസിറ്റർ നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇൻഡക്ടറിലേക്കായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിട്ടിരിക്കുക. കപ്പാസിറ്റർ ഇനീഷ്യലി ചാർജ്ഡ് സ്റ്റേറ്റ് ആയിരിക്കും. കപ്പാസിറ്ററിന്റെ ഒരു പ്ലേറ്റ് നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, അതുപോലെ മറ്റേ പ്ലേറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ഇൻഡക്ടർ ഇനീഷ്യലി അവിടെ റെസ്റ്റിൽ ഇരിക്കുകയാണ്. C കപ്പാസിറ്റൻസിന്റെ വാല്യൂ C ഉള്ള ഒരു കപ്പാസിറ്റർ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എപ്പോഴാണോ ഈ സർക്യൂട്ട് ആക്റ്റീവ് ആയിട്ടിരിക്കുന്നത്, ആക്റ്റീവ് ആവുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങും. അതായത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് ഓർക്കുക. ഇനീഷ്യലി സ്വിച്ച് ഓഫ് ആയിരുന്നു, കപ്പാസിറ്റർ ചാർജ്ഡ് സ്റ്റേറ്റിലായിരുന്നു, ഇൻഡക്ടർ ഇവിടെ വെറുതെ ഇരിപ്പുണ്ട്. അതിനുശേഷം എപ്പോഴാണോ സ്വിച്ച് ഓൺ ആക്കുന്നത് ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്റ്റീവ് സ്റ്റേറ്റിലാവും. ആക്റ്റീവ് സ്റ്റേറ്റിലാവുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിലെ പോസിറ്റീവ് ചാർജുകൾ ഈ ഇൻഡക്ടറിലൂടെ ഇങ്ങോട്ടേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് കുറച്ച് കഴിയുമ്പോൾ ഈ ചാർജുകളുടെ ഫ്ലോ ഈ ഇൻഡക്ടറിലൂടെ ആയിരിക്കും. ആ സമയത്ത് കപ്പാസിറ്ററിനകത്തെ ചാർജിന്റെ എമൗണ്ട് കുറയും. അതിനുശേഷം ഈ ചാർജുകൾ കംപ്ലീറ്റ് ആയിട്ട് വന്ന് മുമ്പിലുണ്ടായിരുന്ന പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റ് ആയിട്ട് ഈ പ്ലേറ്റിലേക്കും
ഇവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ചാർജ് കംപ്ലീറ്റ് ആയിട്ട് രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് നെഗറ്റീവ് ചാർജും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. വീണ്ടും കപ്പാസിറ്റർ ചാർജ് സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റിലേക്ക് അത് ചേഞ്ച് ചെയ്യും. പക്ഷെ അതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്തെന്നുള്ള കാര്യം ഓർക്കുക. അതിനുശേഷം വീണ്ടും ഇപ്പോൾ പറഞ്ഞ കാര്യം നേരെ റിവേഴ്സ് നടക്കും. ഇപ്പോൾ വീണ്ടും കപ്പാസിറ്ററിന്റെ ഈ പ്ലേറ്റ് പോസിറ്റീവ് ചാർജും രണ്ടാമത്തെ പ്ലേറ്റ് നെഗറ്റീവ് ചാർജുമാണ്. ഇത്തവണ പോസിറ്റീവ് ടു നെഗറ്റീവ് ഈ ഡിറക്ഷനിൽ നമ്മുടെ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് പോസിറ്റീവ് ടു നെഗറ്റീവ് ഡിറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. വീണ്ടും പോസിറ്റീവ് കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. അത് പോസിറ്റീവിൽ നിന്ന് നമ്മുടെ കോയിലിലൂടെ കടന്ന് ഇങ്ങോട്ടേക്ക് ഡിസ്ചാർജ് ചെയ്യും. ഒരു ഇൻ ബിറ്റ്വീൻ ഒരു സ്റ്റേറ്റ് കാണും. അതായത് ഇത് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കും, ഇതിനകത്ത് ചാർജിന്റെ എണ്ണം കുറവായിരിക്കും, ഈ ഇൻഡക്ടറിനകത്തൂടെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. എന്നാൽ ഒരു അല്പസമയം കഴിയുമ്പോൾ ഈ പോസിറ്റീവ് ചാർജുകൾ കംപ്ലീറ്റ് ആയിട്ട് ആദ്യത്തെ പ്ലേറ്റിലോട്ടും ആദ്യത്തെ പ്ലേറ്റിലുള്ള നെഗറ്റീവ് ചാർജുകൾ കംപ്ലീറ്റ് ആയിട്ട് രണ്ടാമത്തെ പ്ലേറ്റിലോട്ടും എത്തിച്ചേരും. അതായത് നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റേറ്റിലേക്ക് ഇത് പോകും. ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ LC ഓസിലേഷൻസ് എന്ന് വിളിക്കുന്നത്. ശരിക്കും എക്സാക്ട്ലി ഒരു മെക്കാനിക്കൽ ഓസിലേറ്റർ പോലെ തന്നെയായിരിക്കും ഇത് ആക്ട് ചെയ്യുക. അതായത് ആദ്യത്തെ പ്ലേറ്റ് ഉണ്ടാകുന്ന പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ടേക്ക് പോകുന്നു, ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റിലേക്ക് വരുന്നു. ആ സമയത്ത് ഇൻഡക്ടറിൽ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. അതിനുശേഷം ഇൻഡക്ടറിൽ നിന്ന് വീണ്ടും ഈ ചാർജുകൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ആദ്യത്തെ പ്ലേറ്റിൽ നിന്ന് രണ്ടാമത്തെ പ്ലേറ്റിലേക്ക് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജ് തിരിച്ചും എത്തി ഈ കപ്പാസിറ്റർ പൊളാരിറ്റി ചേഞ്ച് ചെയ്ത രീതിയിൽ ഇത് ചാർജ്ഡ് സ്റ്റേറ്റിലേക്ക് മാറും. വീണ്ടും അത് കപ്പാസിറ്റർ ചാർജ്ഡ് സ്റ്റേറ്റിലാണ്. വീണ്ടും കപ്പാസിറ്റർ പോസിറ്റീവ് പ്ലേറ്റിൽ നിന്ന് പോസിറ്റീവ് ചാർജുകൾ ഇൻഡക്ടറിലൂടെ കയറി തിരിച്ച് ആദ്യം വരുന്ന പ്ലേറ്റിലേക്ക് ഇത് റിവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ നടക്കും. അപ്പം ഏകദേശം നമ്മൾ സാധാരണ നമുക്കറിയാം നമ്മുടെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ഒക്കെ നടക്കുന്നത് പോലെ തന്നെ ഒരു ഓസിലേറ്ററി മോഷനിലായിരിക്കും ഈ കപ്പാസിറ്റർ ഇരിക്കുക. നമുക്ക് അതിന്റെ ഇക്വേഷൻസിലേക്ക് ഒന്ന് കടന്നാൽ നമുക്കറിയാം ഫിഗറിൽ ഒരു കപ്പാസിറ്റർ ആണുള്ളത്. കപ്പാസിറ്ററിന്റെ വാല്യൂ C ആണ് വാല്യൂ ഉള്ളത്. ഇൻഡക്ടർ ഉണ്ട്. ഇൻഡക്ടറിന്റെ വാല്യൂ നമുക്കറിയാം L ആണുള്ളത്. ഇവിടെ C ആണുള്ളത്. ഇനി ഈ കപ്പാസിറ്ററിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് നമുക്കറിയാം അത് Q/C ആണ്. C = Q/V എന്നുള്ള ഇക്വേഷനകത്ത് വോൾട്ടേജ് = Q/C ആണ്. അതുപോലെ തന്നെ ഇൻഡക്ടറിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് നമുക്കറിയാം ദാറ്റ് ഈസ് LdI/dt ആണ്. അപ്പം ആദ്യമേ കപ്പാസിറ്റർ ചാർജ്ഡ് സ്റ്റേറ്റിലാണ്. അപ്പൊ കപ്പാസിറ്ററുള്ള ചാർജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് Q/C ആണ്. അത് നമ്മൾ എപ്പോഴാണോ ഈ കപ്പാസിറ്റർ ഈ ഒരു സർക്യൂട്ട് ഓൺ ആകുന്നത് അപ്പം ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റിൽ ഇതിലുണ്ടായിരുന്ന ചാർജുകൾ കംപ്ലീറ്റ് അതായത് കറണ്ട് കംപ്ലീറ്റ് ഇൻഡക്ടറിന് അക്രോസ് ആയിരിക്കും. സോ ഇൻഡക്ടറിന് അക്രോസ് വരുമ്പോൾ അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് LdI/dt. നമുക്കറിയാം ഈ ഇക്വേഷനകത്ത് LdI/dt ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അത് Q/C മൈനസ് LdI/dt = 0 നമുക്ക് കിട്ടും. ഇനി നമുക്കറിയാം ഈ dI/dt എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് പെർ ടൈം ആണ്. അതായത് അത് dQ/dt ആണ്. അപ്പൊ dQ/dt ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് = Q/C മൈനസ് L ഇൻറ്റു I എന്ന് പറഞ്ഞാൽ dQ/dt ആണ്. അപ്പം dI/dt എന്ന് പറയുമ്പോൾ അത് d²Q/dt² എന്ന് വരും. ദാറ്റ് ഈസ് = 0 എന്ന് നമുക്ക് കിട്ടും. ഇനി ചാർജ് നമുക്കറിയാം ഇത് ഒരു നെഗറ്റീവ് ചാർജ് ആണ് ഇതിൽ ഫ്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കത് മൈനസ് ആയിട്ട് Q എന്ന് പറയുന്നതിന്റെ ചാർജ് ഫ്ലോ അത് മൈനസ് ആയിട്ട് എടുക്കാം. സോ ദിസ് വിൽ ബി പ്ലസ് ആവും. ഇനി ഈ ത്രൂ ഔട്ട് ഇക്വേഷനെ ഞാൻ L വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ് ഇക്വേഷൻ ഞാൻ L വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് Q/LC എന്ന് വരും. പ്ലസ് ഇതിനെ L വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ L ക്യാൻസൽ ആവും. ദെൻ d²Q/dt². ഒന്നെങ്കിൽ സ്മോൾ Q അല്ലെ ക്യാപിറ്റൽ Q കൊടുക്കുക. ഞാനിവിടെ ക്യാപിറ്റൽ Q കൊടുത്തതുകൊണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് = 0 എന്ന് വരും. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ d²Q/dt² പ്ലസ് 1/LC ഇൻറ്റു Q = 0 എന്ന് നമുക്ക് കിട്ടും. ഒരുപക്ഷെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മുടെ ഫസ്റ്റ് ഇയർ ടോപ്പിക്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവിടെ നമ്മൾ കാണുന്നത് d²X/dt² പ്ലസ് ω02x ഈസ് = 0 എന്നൊരു ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപരിചയമുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്നത്
സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും. നമ്മൾ സാധാരണ ഒരു ഊഞ്ഞാലൊക്കെ ഓസിലേറ്റ് ചെയ്യുന്നത് പോലെ സിമ്പിൾ ഹാർമോണിക് മോഷൻ SHM മോഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ രണ്ട് ഇക്വേഷനുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ രണ്ട് ഇക്വേഷനും ഐഡന്റിക്കൽ ആണ്. നോക്കിയേ, ഇവിടെ എക്സിന് പകരം ഇവിടെ ക്യൂ വന്നേ ഉള്ളൂ. സോ d2q/dt², ഇവിടെ d2x/dt² പ്ലസ് 1/LC, ഇവിടെയാണ് ഈ കോൺസ്റ്റന്റ് ആയിട്ട് 1/LC വന്നിരിക്കുന്നത്. ഇവിടെ ഒമേഗ സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇൻറ്റു q = 0 ഇൻറ്റു x = 0. സെയിം ഇക്വേഷൻസ് ആണ് കിട്ടിയത്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത്, അതായത് ഡിസ്പ്ലേസ്മെന്റ് എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ചാർജിന്റെ q ആണ് കിട്ടിയതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ രണ്ട് ഇക്വേഷനോടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒമേഗ 0യുടെ സ്ഥാനത്ത് ഇവിടെ കിട്ടിയിരിക്കുന്നത് 1/LC ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമുക്കതിനെ ω02 = 1/LC എന്ന് നമുക്ക് കൊടുക്കാം. ഓർ ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ω = 1/√LC എന്നും വിളിക്കാം. ഒമേഗ എന്ന് പറഞ്ഞാൽ അത് നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. സോ ഈ ഒരു LC ഓസിലേറ്ററിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 1/√LC ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ LC ഓസിലേറ്റർ പഠിക്കുമ്പം ഈ ഒരു നാച്ചുറൽ ഫ്രീക്വൻസിയുടെ കാര്യം നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക. ഒരിക്കൽ കൂടി ആ ഒരു വർക്കിംഗ് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് വന്നാൽ, ഇനീഷ്യലി ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതിനുശേഷം ഒരു ഇൻഡക്ടർ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ കപ്പാസിറ്റർ ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, ഈ പ്ലേറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഈ സമയത്ത് കപ്പാസിറ്റർ കംപ്ലീറ്റ്ലി ചാർജ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. അതായത് കപ്പാസിറ്റർ ഇപ്പം ഫുള്ളി ചാർജ്ഡ് ആണ്. അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പോലെ q²/2c ആണ്. ഇൻഡക്ടർ ആദ്യത്തെ കേസിൽ അത് നോട്ട് വർക്കിംഗ് ആണ്. ആ കേസിൽ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. എന്നാൽ നമ്മൾ എപ്പോഴാണോ ഈ സർക്യൂട്ട് ആക്റ്റീവ് ആകുന്നത്, ആ സമയത്ത് ഇവിടുന്ന് പോസിറ്റീവ് ചാർജുകൾ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. പോസിറ്റീവ് ചാർജുകൾ അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്ത് ഇൻഡക്ടറിന്റെ ഉള്ളിലൂടെ നമുക്കൊരു കറണ്ട് ഫ്ലോ കിട്ടും. അപ്പം ആ സമയത്ത് ഇവിടുത്തെ ചാർജിന്റെ എമൗണ്ട് കുറവായിരിക്കും കപ്പാസിറ്റർ, കാരണം ഡിസ്ചാർജിങ് സ്റ്റേറ്റിലാണ്. ആ സമയത്ത് ഇതിന്റെ ഉള്ളിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഈ ഡിറക്ഷനിൽ ഉണ്ടായിരിക്കും. ആ സമയത്ത് കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഒരല്പം നേരത്തേക്കാളും കുറവായിരിക്കും. ആ സമയത്ത് ഇൻഡക്ടറിന്റെ അക്രോസും അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. അതായത് ഈ കേസിൽ രണ്ട് കേസിലും യുവും ≠0 ആയിരിക്കും, അതുപോലെ എല്ലും ≠0 ആയിരിക്കും. അതായത് എല്ലിന് അക്രോസ് ഉള്ള യുവും, അതായത് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള യുവും കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള യുവും ≠0 ആയിരിക്കും. ഒരു സം എമൗണ്ട് രണ്ടിന്റെ അക്രോസ് ഉണ്ടായിരിക്കും. എന്നാൽ അതിനുശേഷം കപ്പാസിറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് എമൗണ്ട് കറണ്ടും ഇതിന് അക്രോസ് ആയിരിക്കും, നമ്മുടെ ഇൻഡക്ടറിന്റെ അക്രോസ് ആയിരിക്കും കംപ്ലീറ്റ് എമൗണ്ട് ഓഫ് കറണ്ടും ഉണ്ടായിരിക്കുന്നത്. കറണ്ട് കംപ്ലീറ്റ് ഇവിടെ ആയിരിക്കും. അതായത് ഈ കേസിൽ ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി U = ½ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഈ കേസിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ആ കേസിൽ നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കേസും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ രണ്ട് കേസും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ കപ്പാസിറ്റർ മാക്സിമം ആണ്, അത് q²/2c ആണ്. എന്നാൽ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അതിനുശേഷം ഇത് രണ്ടും ഒരു ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റിലേക്ക് വന്നു. അടുത്ത സ്റ്റേറ്റിലോട്ട് പോയപ്പോൾ നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എനർജി 0 ആയി. ആ സമയത്ത് ഇൻഡക്ടറിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയി, അത് UL = ½ വന്നു. അതിനുശേഷം ഇതിപ്പോ ഒരു ഹാഫ് സൈക്കിൾ ആയി. അതിനുശേഷം വീണ്ടും ഈ ചാർജുകളെല്ലാം കൂടെ എങ്ങോട്ടേക്ക് ചെല്ലും, നമ്മുടെ ഈ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അതായത് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേനും, ഇവിടുന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ കപ്പാസിറ്റർ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിൽ ചാർജ്ഡ് ആവാനായിട്ട് തുടങ്ങും. അതായത് ഇപ്രാവശ്യം താഴത്തെ പ്ലേറ്റ് പോസിറ്റീവ് ചാർജ് ആവാൻ തുടങ്ങും, മേളിലത്തെ പ്ലേറ്റ് നെഗറ്റീവ് ചാർജ് ആവാൻ തുടങ്ങും. ഈ സമയത്ത് ഇവിടെ ചെറിയൊരു കറണ്ട് ഫ്ലോ ഉണ്ട്. അതായത് ഇവിടെയും ഒരു non-zero പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ഇവിടെയും ഒരു non-zero പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് കംപ്ലീറ്റ് ചാർജും ഈ ഇൻഡക്ടറിലൂടെ ഫ്ലോ ചെയ്ത് താഴത്തെ പ്ലേറ്റ് പോസിറ്റീവ് ചാർജും മേളിലത്തെ നെഗറ്റീവ് ചാർജും ആയിട്ട് വരും. ഈ സമയത്ത് വീണ്ടും ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി q²/2c ആയിരിക്കും, അത് മാക്സിമം ആയിരിക്കും. എന്നാൽ ഇൻഡക്ടറിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എനർജി ഈ സമയത്ത് 0 ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ പ്രോസസ് ആയിരിക്കും ഇനി റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇനീഷ്യലി നോക്കുമ്പോൾ അറിയാം കപ്പാസിറ്ററിന് അക്രോസ് മാക്സിമം പൊട്ടൻഷ്യൽ എനർജി, ഇൻഡക്ടറിന് അക്രോസ് പൊട്ടൻഷ്യൽ എനർജി 0. അതിനുശേഷം അതൊരു ഇൻ ബിറ്റ്വീൻ സ്റ്റേറ്റിലേക്ക് വന്നു. മൂന്നാമതായിട്ട് കപ്പാസിറ്ററിന് അക്രോസ് പൊട്ടൻഷ്യൽ എനർജി 0 ആയി, ഓർക്കണം 0 ആയി. ആ സമയത്ത് ഇവിടുത്തേത് മാക്സിമം ആയി. എപ്പോഴും ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും, അത് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കിട്ടാൻ പോകുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും.
അപ്പൊ നമുക്കറിയാം ഒരു ഓസിലേഷന്റെ സമയത്തും ഒരു SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ നടക്കുമ്പോൾ ഓസിലേഷന്റെ സമയത്തും നമുക്കറിയാം അതിന്റെ മാക്സിമം പോയിന്റുകളിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ഇവിടുത്തെ പോയിന്റുകളിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ആ സമയത്ത് കൈനറ്റിക് എനർജി 0 ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ക്ലിയർ ആണല്ലോ? ഈ എക്സ്ട്രീം പോയിന്റുകളിൽ കൈനറ്റിക് എനർജി രണ്ടും 0 ആയിരിക്കും, എന്നാൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ഇനി ഒരു മീൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ആ കേസിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും, എന്നാൽ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും എന്നുള്ള കാര്യം അറിയാം. ഇത്തരത്തിൽ എനർജിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഈ ഒരു SHM നടക്കുമ്പോൾ നടക്കുന്നത്. അതേ ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ LC ഓസിലേഷൻ സമയത്ത് നടക്കുന്നത്. അതുതന്നെയായിരുന്നു നമുക്ക് മുമ്പ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് രണ്ടും ഒരുപോലെ തന്നെ കിട്ടാനുണ്ടായ കാരണവും. ഇതാണ് LC ഓസിലേറ്ററിന്റെ ടോപ്പിക്കിൽ ഇതെന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. കൂടാതെ അതിന്റെ കൂടെ അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി 1/√LC ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മുടെ AC എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അതിന്റെ പേര് ട്രാൻസ്ഫോർമർ എന്നാണ്. ട്രാൻസ്ഫോർമർ എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമറുകൾ നമുക്ക് സാധാരണ അറിയാം, നമ്മൾ പലപ്പോഴും എവരുടെ ലൈഫിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളതാണ്. ട്രാൻസ്ഫോമറുകൾ രണ്ട് തരത്തിലുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. പേര് പോലെ തന്നെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് നമുക്കിപ്പോ വരുന്ന വോൾട്ടേജിനെ അപ്പ് ചെയ്യുന്ന കൂട്ടുന്ന ട്രാൻസ്ഫോമറുകളെയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമുക്ക് ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് കുറയ്ക്കുന്ന ട്രാൻസ്ഫോമറിനെയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ നമുക്ക് വരുന്ന വോൾട്ടേജിനെ കൂട്ടുന്ന ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാധാരണ നമ്മൾ AC കറണ്ടുകളൊക്കെ ലോങ് റേഞ്ച് ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും എനർജി ലോസ് ഉണ്ടാവാറുണ്ട്. എനർജി ലോസ് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ അതിന് വന്ന പവർ ലോസ് വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ ട്രാക്ക് ചെയ്ത് ഒരല്പം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. ഇനി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മളെപ്പോഴും ലോങ് റേഞ്ച് ട്രാൻസ്മിഷൻ സമയത്ത് ഇനീഷ്യലി ഹൈ വോൾട്ടേജിലായിരിക്കും നമ്മൾ ഈ ഇലക്ട്രിക് ലൈൻസിലൂടെ കറണ്ട് വിടുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിലേക്കൊക്കെ എത്തുമ്പോൾ 220 വോൾട്ട് നമുക്ക് മതി. അപ്പൊ ആ സമയത്ത് ഇപ്പോൾ ഒരു 66 കിലോ വോൾട്ടിൽ വരുന്നതാണെങ്കിൽ അതിനെ നമ്മൾ 11 kV മാറ്റും. അതിനുശേഷം 11 kV 220 വോൾട്ട് നമ്മുടെ ഹൗസ് ഹോൾഡ് എക്യുപ്മെന്റുകളൊക്കെ വർക്ക് ചെയ്യുന്ന രീതി നമ്മുടെ വീട്ടിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ വോൾട്ടേജിനെ കുറയ്ക്കാറുണ്ട്, ചേഞ്ച് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ വോൾട്ടേജിനെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ട്രാൻസ്ഫോമറുകൾ രണ്ട് തരമുണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. ഇനി ട്രാൻസ്ഫോമറിന് സാധാരണ നമുക്കറിയാവുന്നത് പോലെ ഒരു പ്രൈമറി കോയിൽ ഉണ്ടായിരിക്കും. ഇതാണ് ഒരു പ്രൈമറി കോയില്. പ്രൈമറി കോയിലാണ് നമ്മുടെ ഇൻപുട്ട് കറണ്ട് വരുന്നത്. അതിനുശേഷം ഇതിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു സെക്കൻഡറി കോയിൽ ഉണ്ടായിരിക്കും. സെക്കൻഡറി കോയിലാണ് നമുക്ക് വോൾട്ടേജ് കൂടിയാണെങ്കിലും കുറഞ്ഞാണെങ്കിലും നമുക്കിവിടെ വോൾട്ടേജ് കിട്ടാൻ പോകുന്നത്. സോ ഇത് പ്രൈമറി കോയിലും ഇത് സെക്കൻഡറി കോയിലുമാണ്. ഇനി പ്രൈമറി കോയിലിനേക്കാളും സെക്കൻഡറി കോയിലില് നമ്പർ ഓഫ് ടേൺസ്, കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസ്ഫോമർ ആയിരിക്കും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനാണെങ്കിൽ പ്രൈമറി കോയിലില് നമ്പർ ഓഫ് ടേൺസ് വളരെ കൂടുതലായിരിക്കും, അതുപോലെ സെക്കൻഡറി കോയിലിന്റെ നമ്പർ ഓഫ് ടേൺസ് വളരെ കുറവായിരിക്കും. ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോമറുകളെ നമ്മൾ വിളിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ്. അപ്പൊ നമുക്ക് വോൾട്ടേജ് കൂട്ടേണ്ട പർപ്പസ് ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം സെക്കൻഡറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും. എന്നാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ വോൾട്ടേജ് കുറയ്ക്കേണ്ട ട്രാൻസ്ഫോമർ ആണ്. വോൾട്ടേജ് കുറയ്ക്കേണ്ട ട്രാൻസ്ഫോമറിൽ സെക്കൻഡറി കോയിലിന്റെ എണ്ണം വളരെ കുറവായിരിക്കും. ഇങ്ങനെയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്കറിയാം രണ്ട് കോയിലുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇത് പ്രൈമറി കോയിലാണ്. പ്രൈമറി കോയിലിലേക്ക് നമ്മുടെ ഇൻപുട്ട് വരുന്നത് നമ്മൾ ഇവിടെ കൊടുക്കും. നമ്മൾ ഇൻപുട്ട് എത്രയാണോ വരുന്നത് ആ ഇൻപുട്ട് ഈ പ്രൈമറി കോയിലിൽ കൊടുക്കും. പ്രൈമറി കോയിലിലൂടെ ഈ കറണ്ട് ഫ്ലോ ഉണ്ടാവും. AC കറണ്ട് ആണ് നമ്മൾ കൊടുക്കുക. AC കറണ്ട് ഫ്ലോ ഉണ്ടാവും. കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നതിനനുസരിച്ച് നമുക്കറിയാം ഇതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ രണ്ടാമത്തെ കോയില് വന്നിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ കോയിലിൽ ഒരു AC കറണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ ആ AC കറണ്ടിന്റെ വേരിയേഷൻ അനുസരിച്ച് കറണ്ട് വേരി ചെയ്യുമ്പോൾ ഇതിനകത്തൊരു വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതിന്റെ ആ ഒരു ഫീൽഡിലാണ് നമ്മുടെ രണ്ടാമത്തെ കോയിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും.
നമ്മൾ അതിനെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് വിളിച്ചത്. അപ്പൊ മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഈ രണ്ടാമത്തെ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫാരഡേസ് ലോസ് അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ എം എഫ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പ്രൈമറി നമ്മൾ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡറിയിൽ ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും. അപ്പൊ സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ ഇ എം എഫ് എസ്, സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഉണ്ടാകുന്ന അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് ആണ്. അപ്പൊ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. ഇതായിരിക്കും സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജിന്റെ ഇ എം എഫിന്റെ ഇക്വേഷൻ. ഇ എം എഫിനെ നമുക്ക് ഒരു തരത്തിൽ അതിനെ വോൾട്ടേജ് എന്ന് തന്നെ വിളിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൻ ഡി ഫൈ ബൈ ഡി ടി. ക്ലിയർ ആണല്ലോ? ഇതാണ് സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന വോൾട്ടേജിന്റെ ഇക്വേഷൻ. അതുപോലെ തന്നെ പ്രൈമറിയിൽ ഉണ്ടാകുന്ന പ്രൈമറി വോൾട്ടേജിന്റെ ഇക്വേഷൻ ഇതേ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ അനുസരിച്ച് മൈനസ് ഡി എൻ പി ഡി ഫൈ ബൈ ഡി ടി എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. നമുക്കറിയാം ഈ രണ്ട് ഇക്വേഷൻസിന് ഒന്നാമത്തെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്നും രണ്ടാമത്തെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിച്ചാൽ രണ്ട് ഇക്വേഷൻ നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്താൽ ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്താൽ ഇവിടെ ഡി ഫൈ ബൈ ഡി ടി ക്യാൻസൽ ആയി, നെഗറ്റീവ് ക്യാൻസൽ ആയി. നമുക്ക് കിട്ടാൻ പോകുന്നത് വി എസ് ഡിവൈഡഡ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ഡിവൈഡഡ് ബൈ എൻ പി എന്ന് കിട്ടും. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം വോൾട്ടേജ് അറ്റ് സെക്കൻഡറിയും നമ്പർ ഓഫ് ടേൺസ് അറ്റ് സെക്കൻഡറിയും രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ പ്രൈമറിയിലെ വോൾട്ടേജും പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ അവിടുത്തെ വോൾട്ടേജ് കൂടുതലായിരിക്കും. ഇവിടെ നോക്കിയാൽ അറിയാം പ്രൈമറിയേക്കാളും സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് കൂടിയാൽ അവിടുത്തെ വോൾട്ടേജും കൂടുതലായിരിക്കും. അതാണ് നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നതിന് വേണ്ടി അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുക എന്ന് നമ്മൾ പറഞ്ഞത്. അതുപോലെ പ്രൈമറിയിലാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുതലെങ്കിൽ പ്രൈമറിയിലെ വോൾട്ടേജ് ആയിരിക്കും കൂടുതൽ, അതായത് സെക്കൻഡറിയിലെ കുറവായിരിക്കും. അതായത് നമ്പർ ഓഫ് ടേൺസും അവിടെ ഉണ്ടാകുന്ന ഇ എം എഫ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നതും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ, അതായത് വോൾട്ടേജിന് സെക്കൻഡറി വരുമ്പോൾ വോൾട്ടേജ് കൂടണമെങ്കിൽ സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കണം. ഇനി സെക്കൻഡറി വരുമ്പം നമ്മുടെ വോൾട്ടേജ് കുറയണമെങ്കിൽ വോൾട്ടേജ് കുറയാന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. അപ്പൊ അവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് കുറയ്ക്കുക. അപ്പം വോൾട്ടേജും എന്നും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമർ, ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിന്റെ ഇൻപുട്ട് എത്ര പവർ വരുന്നോ അതേ പവർ തന്നെയായിരിക്കും ഇതിന്റെ ഔട്ട്പുട്ടിലും വരേണ്ടത്. അതായത് അവിടെ എനർജി ലോസ് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ ഇതൊരു ഐഡിയൽ കേസ് മാത്രമാണ്. പ്രാക്ടിക്കലി അങ്ങനെയല്ല, ഒരല്പം എനർജി ലോസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു ഐഡിയൽ കേസിലാണെങ്കിൽ ഇൻപുട്ടിൽ എത്ര പവർ വരുന്നു അത്രയും പവർ തന്നെ വേണം ഔട്ട്പുട്ടിലും വരാനായിട്ട്. നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു വി എന്നുള്ള ഇക്വേഷൻ ആണ്. അപ്പം പവർ ഐഡിയൽ കേസിലാണെങ്കിൽ പവർ ഇൻപുട്ട് ഈക്വൽ ടു പവർ ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഇൻപുട്ടിലെ കറണ്ട് ഇൻറ്റു ഇൻപുട്ടിലെ വോൾട്ടേജ്, അതാണ് പവർ ഇൻപുട്ട് ഈക്വൽ ടു പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിലെ കറണ്ട് ഇൻറ്റു ഔട്ട്പുട്ടിലെ വോൾട്ടേജ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഔട്ട്പുട്ട് പവറും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതിനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് എഴുതാം ഐ പി ഡിവൈഡഡ് ബൈ ഐ ഒ ഈക്വൽ ടു വി ഒ ഡിവൈഡഡ് ബൈ വി പി എന്ന് നമുക്ക് എഴുതാം. അവിടെ നമുക്ക് നോക്കിയാൽ ഇത് രണ്ടിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി പി ഇൻറ്റു ഐ പി എന്ന് കിട്ടും. ഇത് കിട്ടും ഈക്വൽ ടു വി ഒ ഇൻറ്റു ഐ ഒ എന്ന് കിട്ടും. അപ്പൊ ഞാനിപ്പം പ്രൈമറി സെക്കൻഡറി ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും പകരം പ്രൈമറി സെക്കൻഡറി എന്നുള്ള ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ ഐ പി വി പി ഇസ് ഈക്വൽ ടു ഐ എസ് വി എസ് എന്ന് കിട്ടും. അതുപോലെ തന്നെ ഐ പി ഡിവൈഡഡ് ബൈ ഐ എസ് ഈസ് ഈക്വൽ ടു വി എസ് ഡിവൈഡഡ് ബൈ വി പി എന്നായിരിക്കും നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം കറണ്ടും ഐ പി, ഇവിടെ കറണ്ടും ഇങ്ങനെയാണ് റിലേഷൻ വന്നിരിക്കുന്നത്. അതായത് കറണ്ടും വോൾട്ടേജും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ സെക്കൻഡറിയുടെ നോക്കിയാലും അറിയാം ഒന്ന് ന്യൂമറേറ്റർ വരുമ്പം മറ്റേത് ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അതായത് കറണ്ടും വോൾട്ടേജും തമ്മിൽ ഇൻവേഴ്സ്ലി കണക്റ്റഡ് ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുക. അങ്ങനെയാണ് മുമ്പിലത്തെ ഇക്വേഷൻ നമുക്കറിയാം നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം എൻ എസ് ഡിവൈഡഡ് ബൈ എൻ പി ഈക്വൽ ടു വോൾട്ടേജുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ വി എസ് ഡിവൈഡഡ് ബൈ വി പി നോക്കിയാൽ അറിയാം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. എൻ എസ് ഡിവൈഡ് ബൈ എൻ പി ഇസ് ഈക്വൽ ടു വി എസ് ഡിവൈഡ് ബൈ വി പി. രണ്ടും തമ്മിൽ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്നാൽ കറണ്ടും വോൾട്ടേജും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഇവിടെ ഐ പി ഡിവൈഡഡ് ബൈ ഐ എസ് എന്ന് വേണം എഴുതാം. ഐ എസ് ഡിവൈഡ് ബൈ ഐ പി എന്നല്ല, കാരണം ഇവിടെ സെക്കൻഡറി വരുമ്പം
അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് അടുത്ത ഡിനോമിനേറ്റർ വേണം എഴുതാൻ. സോ IP ഡിവൈഡ് ബൈ IS എന്ന് എഴുതണം. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലിരിക്കണം. ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗും മനസ്സിലിരുന്നുകൊണ്ട് ഈ ഒരു ഇക്വേഷനും കൂടെ നമ്മുടെ മനസ്സിലിരുന്നാൽ നമുക്ക് പലപ്പോഴും ട്രാൻസ്ഫോമറിന്റെ പോർഷനിലെ പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബേസിക്കലി ഓർക്കുക, ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനെ കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. അതിനെ വോൾട്ടേജിനെ നമ്മൾ പ്രൈമറി വരുന്നതിനേക്കാളും കൂട്ടാൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും, അത് കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ടായതുകൊണ്ട് തന്നെ ഒരു AC കറണ്ട് കൊടുത്താൽ മാത്രമേ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യത്തുള്ളൂ. കാരണം AC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ടൈമിനനുസരിച്ച് വോൾട്ടേജിന് വേരിയേഷൻ ഉണ്ട്. വോൾട്ടേജിനും കറണ്ടിനും വേരിയേഷൻ ഉള്ളത് കൊണ്ട് അവിടെ അതിനകത്തുണ്ടാകുന്ന കറണ്ട് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനും വേരിയേഷൻ വരും. വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് കറണ്ടിനെ ഉണ്ടാക്കത്തുള്ളൂ, അതായത് EMFനെ സെക്കൻഡറിയിൽ ഉണ്ടാക്കത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ AC പകരം നമ്മൾ DC ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ DC എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആണ് വരുന്നത്. ഇനീഷ്യലി കറണ്ട് ഗ്രോ ചെയ്യുന്ന സമയത്തല്ലാതെ അതിനകത്ത് പിന്നീട് ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനുള്ള ഒരു സ്കോപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫോമർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതെയും വരും. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, ഒരു AC മാത്രമേ ട്രാൻസ്ഫോമർ ACയിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യവും ഓർക്കുക. ഇനി ട്രാൻസ്ഫോമറിന്റെ ടോപ്പിക്ക് വരുമ്പോൾ ട്രാൻസ്ഫോമറിന് പലതരത്തിലുള്ള ലോസുകളുണ്ട്. എനർജി ലോസ് ആവും. ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും ഈക്വൽ വരുന്നത് നമ്മുടെ ഒരു ഐഡിയൽ കേസ് മാത്രമാണ്. നമുക്ക് പല രീതിയിൽ ലോസ് ഉണ്ടാവാം. അതിനകത്ത് ഒന്നാമത്തെ ലോസ് ആണ് ഫ്ലക്സ് ലീക്കേജ് എന്നാണ് നമ്മൾ പറയുന്നത്. ഫ്ലക്സ് ലീക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ ഇൻപുട്ട് കോയിലുണ്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട് കോയില് ഇവിടെ ഉണ്ടാകുന്ന ഇതിൽ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ കറണ്ടിനനുസരിച്ച് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ വരും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് രണ്ടാമത്തെ കോയിൽ ഇരിക്കുന്നത്. ആ കംപ്ലീറ്റ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എപ്പോഴും ഈ കോയിലിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇഷ്ടംപോലെ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാ സ്ഥലത്തൂടെയും ഡ്രോപ്പ് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇഷ്ടംപോലെ ഫ്ലക്സ് ലീക്കായി നമുക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഇവിടെ മേക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെയാണ് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റെസിസ്റ്റൻസ് ഓഫ് ദി വൈൻഡിങ് ആണ്. റെസിസ്റ്റൻസ് ഓഫ് ദി വൈൻഡിങ്സിന്റെ റെസിസ്റ്റൻസ് ആണ്. വൈൻഡിങ്സിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോയിലിന് ഇറ്റ്സെൽഫ് അതിനൊരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. സോ ആ റെസിസ്റ്റൻസ് ഉറപ്പായിട്ടും അവിടെ ഉണ്ടാകുന്ന EMFനെ കുറയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. മൂന്നാമതായിട്ടുള്ളത് എഡി കറണ്ട് ആണ്. എഡി കറണ്ടിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കോയിലുകൾ നമ്മൾ എപ്പോഴും അതിന്റെ ഇന്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ കോയിലുകൾ എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്നത് ഒരു ഒരു സോഫ്റ്റ് അയൺ കോറിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുക. സോ ആ ഒരു സോഫ്റ്റ് അയണുമായിട്ട് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡിന് ഒരു എഡി കറണ്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഹീറ്റ് എനർജി വഴി ഇഷ്ടംപോലെ എനർജി ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. നാലാമതായി ഹിസ്റ്ററീസസ് വഴിയുള്ള ഒരു ലോസ് കൂടി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അത് കോർ മാഗ്നറ്റൈസ്ഡ് റിപ്പീറ്റഡ് ആയിട്ട് റിവേഴ്സ് ഡയറക്ഷനിൽ മാഗ്നറ്റൈസ്ഡ് ആകുമ്പോഴത്തേനും ഇത് നമ്മുടെ കറണ്ട് ഫ്ലോയുടെ അതേ പാറ്റേണിൽ തന്നെ ഇത് എപ്പോഴും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് വരാനായിട്ട് അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഒരു മൊത്തത്തിലുള്ള റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ഒരു ഇനേർഷ്യയുടെ ഒരു എഫക്റ്റ് ആണ് ഹിസ്റ്ററീസസ് എന്ന് പറയുന്നത്. അപ്പം 4 തരത്തിൽ നമുക്ക് പവർ ലീക്കേജ് ഉണ്ട്, എനർജി ലീക്കേജ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഒന്നാമത്തെ ഫ്ലക്സ് ലീക്കേജ്, രണ്ടാമത് റെസിസ്റ്റൻസ് ഓഫ് ദി വൈൻഡിങ്, മൂന്നാമത് എഡി കറണ്ട്, നാലാമത് ഹിസ്റ്ററീസസ് എന്നുള്ള ഒരു പ്രോസസ്സ് കൂടി ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ നമ്മൾ തൽക്കാലം ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് LC ഓസിലേഷനും അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ എന്നുള്ള ടോപ്പിക്കാണ്. അപ്പം ആദ്യം പറഞ്ഞ ടോപ്പിക്കുകളും കൂടെ LC ഓസിലേറ്ററും അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ എന്നുള്ളതുമാണ് AC എന്നുള്ള ഈ ചാപ്റ്ററിൽ പറയുക. അതുകൊണ്ട് ഞാൻ AC എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കേട്ടിരുന്നതിന് നന്ദി. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് കാണാം.